വേദിയിലെ വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ സലീം മാഷ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പി ടി 2003 ഫെബ്രുവരി 9 മരിച്ചത്. അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ഒരടുത്ത ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മലയാളിക്ക് ഏറെ പരിചിതമാണ്. അതേസമയം പൂവച്ചൽ ഖാദർക്ക, കാനേഷ് പൂനൂർ വഴി നേരത്തെ സലീം മാഷ് പ്രസംഗം അവസാനിപ്പിച്ച ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയതുപോലെ ഒരു നല്ല കലാകാരൻ്റെ, ഒരു നല്ല മനുഷ്യൻ, ഏറ്റവും ശുദ്ധനായ ഒരു മനുഷ്യനായി ഈ സദസ്സിൽ ആശയുമായി ബന്ധപ്പെട്ടാലേ കോഴിക്കോട്ട് നഗരത്തിലെ മുഴുവൻ കലാകാരന്മാർക്കും കലാസ്വാദകർക്കും അറിയാവുന്ന ഒരാളായിരുന്നു എന്നുണ്ട്. പക്ഷെ പി ടി ഇബ്രാഹിമർക്കയും പൂവച്ചൽ ഖാദർക്കയും ഒരു കാര്യം കൂടി, ഒരു സാമ്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കലാമേഖലയിൽ ഒരുപാട് അവാർഡുകളൊക്കെ ലഭിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഫോക്ലോർ അക്കാദമി, പ്രത്യേകിച്ച് പാട്ട് മേഖലയിൽ ഫോക്ലോർ അക്കാദമി, സംഗീത നാടക അക്കാദമി പോലെയുള്ള വലിയ ഗവൺമെൻറ് തലത്തിലുള്ള സംവിധാനങ്ങൾ അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അങ്ങനെ ഒരു ഗവൺമെൻറ് തലത്തിലുള്ള ഒരു അവാർഡ് ലഭിച്ച ആളായിരുന്നില്ല പ്രിയപ്പെട്ട പി ടി എന്നുള്ളതും ഞാനിവിടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന് സ്വകാര്യമായ അല്ലെങ്കിൽ ഏതെങ്കിലും ആ തരത്തിലുള്ള സംഘടനകളും ചില സംവിധാനങ്ങളും നൽകിയ അംഗീകാരങ്ങൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതൊരു കുറവായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ മാപ്പിളപ്പാട്ട് ആസ്വാദകർക്ക്, കവിത ആസ്വദിക്കുന്നവർക്ക് പി ടി അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അവാർഡ്, നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, ഇപ്പോൾ സാജിദ ടീച്ചർ പാടിയതുപോലെയുള്ള പാട്ടുകൾ നമ്മളിങ്ങനെ മൂളിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അവാർഡ്. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് പി ടി ഇവിടെ തെളിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആമുഖമായി പറയുകയാണ്. പി ടി നമുക്കറിയാം ഒരു പ്രഗത്ഭനായ കവിയാണ്. ഒരു കാലഘട്ടത്തിൽ 1970-80 കാലഘട്ടങ്ങളിൽ ചന്ദ്രികയും അതുപോലെയുള്ള നമുക്കേറെ, അല്ലെങ്കിൽ മാതൃഭൂമി പോലെയുള്ള നമ്മുടെ പത്രപ്രസിദ്ധീകരണങ്ങളിൽ കവിത എഴുതിയാണ് അദ്ദേഹത്തിൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത്. ഒരു വേള വടകരയിൽ കടത്തനാട് പ്രദേശത്ത്, കടത്തനാടൻ എന്ന പേരിൽ അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ട്. ജീവിച്ചത് കൊണ്ടാവാം മാപ്പിളപ്പാട്ടിൻ്റെ തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നത്. പ്രിയപ്പെട്ട എം കുഞ്ഞി മൂസക്കയെ പോലെ, പ്രിയപ്പെട്ട എരഞ്ഞോളി മൂസക്കയെ പോലെ, അല്ലെങ്കിൽ വി ടി കുമാരൻ മാഷ പോലെയുള്ള ആളുകളുടെ ബന്ധം, കൃഷ്ണദാസ് മാഷ പോലെയുള്ള ആളുകളുമായുള്ള ബന്ധം, ഇതൊക്കെ അദ്ദേഹത്തിന് മാപ്പിളപ്പാട്ടിലേക്ക് വഴി തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഒരു കാലം 80-കൾ അല്ലെങ്കിൽ 70-കളുടെ അവസാനം മുതൽ 80-കൾ വരെയുള്ളൊരു, അല്ലെങ്കിൽ ആ 80-കളിൽ നിന്ന് പറയാവുന്ന കാലഘട്ടത്തിൽ പാട്ട് ആസ്വദിച്ചത് കൂടുതലും റേഡിയോയിലൂടെ, ആകാശവാണിയിലൂടെ. ഗൃഹാതുരമായ അനുഭവമാണ്. എം കുഞ്ഞി മൂസക്ക പാടുന്ന പാട്ടുകൾ, യാ ഇലാഹി എന്നെ നീ പഠിച്ചുവല്ലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ, കണ്ണിമാവിൻ, അങ്ങനെയുള്ള നമ്മൾ കേൾക്കുന്ന കണ്ണിമാവിൻ ചിട്ടപ്പെടുത്തിയത് കൃഷ്ണദാസ് മാഷാണ്. കുഞ്ഞിമുസക്ക ഭക്തിഗാനമായി പാടുന്ന ഒട്ടേറെ പാട്ടുകൾ, ഇതിൻ്റെയൊക്കെ രചന പി ടി ആണെന്നുള്ള തിരിച്ചറിവാണ്. അത്രക്ക് ഹൃദ്യമായ പാട്ടുകൾ, നമ്മുടെ ചായ മക്കാനികളിൽ നിന്ന് കേൾക്കുന്ന, ഗ്രാമഫോൺ റെക്കോർഡിൽ നിന്ന് കേൾക്കുന്ന മനോഹരമായ പാട്ടുകളൊക്കെ എഴുതിയത് പി ടിയാണ്. പി ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു കവിയായ അദ്ദേഹത്തിന് മാപ്പിളപ്പാട്ട് കൃത്യമായി വഴങ്ങുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് കാര്യം. സാധാരണ നമ്മൾ ഈ മാപ്പിളപ്പാട്ടിനെ കുറിച്ചുള്ള ചർച്ചകളിൽ, എഴുത്തുകളിലൊക്കെ എപ്പോഴും സജീവമായി ഇടപെടുന്ന ഒരു വിഷയമാണ് ഇതിൻ്റെ പ്രാസനിയമങ്ങളും വിഷയവും. ചില ആളുകൾ പ്രാസനിയമത്തിൽ എഴുതാത്തതൊന്നും പാട്ടല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അതല്ലാതെയും എല്ലാ നിലപാടുള്ള ആളുകളുണ്ട്. പക്ഷേ പി ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിന് കൃത്യമായ കാവ്യാംശമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു വേള അദ്ദേഹം എഴുതുന്ന കവിതാംശമുള്ള പാട്ടുകളിൽ ഈ പ്രാസവമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് പ്രതിഭകൾ കഴിയുന്ന ഒരു വലിയ കാര്യമാണെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അദ്ദേഹം മാപ്പിളപ്പാട്ട് എന്ന് അദ്ദേഹം കൈവെക്കാത്ത വിഷയങ്ങളില്ല. ഇപ്പോൾ ഇവിടെ സലീം മാഷ് പൂവച്ചലിനെ കുറിച്ച് പറഞ്ഞ തന്നെയാണ് അദ്ദേഹം എഴുതിയ ഭക്തിഗാനങ്ങൾ. ളുൽമിൻ്റെ ചീത്ത പഴമാണി ലോകത്ത്, ഇൽമിൻ്റെ ഈത്ത പഴമാണൻ ഹാജത്ത്, അതൊക്കെ അദ്ദേഹത്തിന് മാത്രം പ്രയോഗിക്കാവുന്ന ചില കാര്യങ്ങളാണ്. ഫിലോസഫിക്കലായ രീതിയിൽ അദ്ദേഹം പാട്ടുകളെ സമീപിച്ചത്. പീർ മുഹമ്മദ് അദ്ദേഹത്തെക്കുറിച്ചൊരു ലേഖനത്തിൽ പറയുന്നത്, അദ്ദേഹം ഈ മലയാളത്തിലെ കണ്ണദാസൻ എന്നാണ്. പീർക്ക തമിഴ് പാട്ടുകളെക്കുറിച്ചേറെ അറിവുള്ള ആളാണ്. അങ്ങനെ ഈ തത്വചിന്തയിലൂടെ മാപ്പിളപ്പാട്ടിനെ സമീപിച്ചൊരു വ്യക്തി. ഒരുപാട് പ്രഗത്ഭരായ ഗായകരുടെ പാട്ടുകളൊക്കെ എഴുതിയത് പി ടി ആണ് ആ കാലഘട്ടത്തിൽ. നമ്മുടെ പ്രിയപ്പെട്ട എരഞ്ഞോളി മൂസക്കയുടെ മിറാജ് രാവിലെ കാറ്റ്, അല്ലെങ്കിൽ മൈലാഞ്ചി അരച്ചല്ലോ, ഇപ്പോൾ പുതിയ കുട്ടികൾ പോലും ഏത് സദസ്സിലും പാടുന്ന ചെമ്പകപ്പൂ തേനിതളധരം പോലെയുള്ള പാട്ടുകൾ. നമുക്കറിയാം ഓത്തുപള്ളി നമ്മൾ പല രീതിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതും പുതിയ തലമുറയുടെയും കൂടി പാട്ടാണത്.
കണ്ണിമാവിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. കൃഷ്ണദാസ് മാഷും അദ്ദേഹവും ഉള്ള ഒരു കോമ്പിനേഷനിൽ വന്ന പാട്ടുകൾ, മനോഹരമായ ഭക്തിഗാനങ്ങളും പ്രണയഗാനങ്ങളും. PT ഒരു ദാർശനിക തലത്തിൽ ചില പാട്ടുകൾ എന്നത്, ഇപ്പോൾ കൃഷ്ണദാസ് മാഷ് ചിട്ടപ്പെടുത്തിയ നമസ്കാര വിരിപ്പിൽ മുഖമമർത്തി എന്നുള്ള പാട്ടൊക്കെ ഇന്നും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മാപ്പിളപ്പാട്ടിന് കാവ്യാംശമുണ്ട്, മാപ്പിളപ്പാട്ടിന് തെളിക്കുന്നത്. അതുവരെയുള്ള പാരമ്പര്യ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ജനകീയമായ തലത്തിൽ നിന്നുകൊണ്ട് കാവ്യാംശം ഉൾപ്പെടുത്തി പാട്ടുകൾ എങ്ങനെ എഴുതാമെന്നുള്ളതിന് ഒരു ആമുഖമായി അല്ലെങ്കിൽ മലയാളിക്ക് പരിചയപ്പെടുത്തുന്ന വിധം ജനകീയമായ പാട്ടുകളാണ് PT എഴുതുക. അക്കാലത്ത് മുഴുവൻ പാട്ടുകാരും VM കുട്ടിമാഷും PT തമ്മിലുള്ള ബന്ധത്തിലൂടെ വന്ന പാട്ടുകൾ. കുട്ടിമാഷ് വളരെ മനോഹരമായി ചില സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകാൻ പാട്ടിലൂടെ ശ്രമിച്ച, ആ തലത്തിൽ ചിന്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ട്രൂപ്പ് അങ്ങനെയായിരുന്നു. അതിലൂടെയാണ് ഇപ്പോൾ പടപ്പ് പാടപ്പോട് അത് എഴുതിയ ഒരു 40 വർഷം മുമ്പൊക്കെ എഴുതിയ പാട്ടാണെങ്കിൽ ഇന്നാണ് പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി എന്നുള്ള പാട്ടിനേറെ പ്രസക്തി. അത് കുട്ടിമാഷ് PT കൊണ്ട് എഴുതിക്കുകയാണ്. കമ്പിളിക്കാറിൽ ചുരുണ്ടന്നെ നോക്കുന്ന ഒരു അമ്പിളി മാമ ചൊല്ലൂലെ, ഈ പാട്ടിൻ്റെ അവസാനമുണ്ട്. ഒരു കൊച്ചുകുട്ടി ആകാശത്ത് അമ്പിളി അമ്മവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നമ്മളായി കാണുന്ന കണ്ണാടി നമ്മൾക്ക് കിട്ടുന്നത് എന്നാണ്. ഈ ചോദ്യമൊക്കെ PT VM കുട്ടി മാഷ് അവർ തമ്മിലുള്ള ബന്ധത്തിലൂടെ വന്ന പാട്ടുകളാണ്. ഏത് പാട്ട് എഴുതുമ്പോഴും അത് അതിൻ്റേതായ ഒരു മാപ്പിളപ്പാട്ടിൻ്റെതായ ചില ശൈലിയുടെ എഴുതാനുള്ള പ്രേരണ കുട്ടിമാഷും അദ്ദേഹം തമ്മിലുള്ള ബന്ധത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾ എങ്ങനെ, ഞാൻ ഓരോന്നോരോന്നായി പറയുന്നില്ല. അദ്ദേഹത്തിന് വളരെ എളുപ്പം പാട്ട് എഴുതാനുള്ള കഴിവിനെക്കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ലൈല മജ്നു, അദ്ദേഹം ഈ ഒറ്റപ്പെട്ട മാപ്പിളപ്പാട്ടുകൾ ഓരോരുത്തർക്കും എഴുതി കൊടുത്തതിന് പുറമെയായിട്ട് വലിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് PT. ലൈല മജ്നു എന്ന പ്രണയകാവ്യം അദ്ദേഹം നിരവധി പാട്ടുകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ആ പാട്ടിൻ്റെ റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് ഒരു പാട്ടിനൊരു സ്പേസ് അന്ന് ചെന്നൈയിൽ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ, ഇങ്ങനെ ഒരു പാട്ടിൻ്റെ സ്പേസ് റെക്കോർഡിൽ വന്നപ്പോൾ അതെങ്ങനെ ഫില്ല് ചെയ്യുമെന്നതിനെക്കുറിച്ച് ആലോചനയിൽ PT പറഞ്ഞു 5 മിനിറ്റ് കൊണ്ട് മാത്രമാണ് സമയമുള്ളത്, നമ്മൾ എന്ത് ചെയ്യുന്നു PT, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് PT എഴുതിയ പാട്ടാണ് ഒട്ടകങ്ങൾ വരിവരിയായി എന്ന് പറയുന്ന പാട്ട്. ആ പാട്ട് ലൈല മജ്നു എന്ന ആൽബത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ഗാനമാണ്. തൊടുത്ത സിക്കുമരത്തിൻ്റെ ആ ഒരു സിക്കുമരമൊക്കെ ഇപ്പോൾ അടുത്ത് ചർച്ചയാക്കിയത് നമുക്കറിയാം. അത്രക്ക് മനോഹരമായി പെട്ടെന്ന് പാട്ട് എഴുതാൻ കഴിവുള്ള ഒരു പാട്ടുകാരനായിരുന്നു PT. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ പലരും ഓർത്ത് വെക്കാറുണ്ട്, നമ്മോടൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള പിന്നെ അത് ലൈല മജ്നു പോലെ കർബല മുഴുവനെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ എഴുതിയിട്ടുണ്ട്. ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന് പറയുന്ന മോയിൻകുട്ടി വൈദ്യർ എഴുതിയ പ്രണയകാവ്യം സജീവമായപ്പോൾ PTയുടേതായ രീതിയിൽ അത് എഴുതി. അതിൽ ആദ്യത്തെ പാട്ടാണ് മഹിയിൽ മഹാസീൻ എന്ന് തുടങ്ങുന്ന പാട്ട്. അതിലെ ഇപ്പോൾ നമുക്കറിയാം മഴകുറ്റ ബദറുൽ മുനീറെ തന്നെ, ബദറുൽ മുനീറും തോഴിയും, രാവിൻ്റെ നീലക്ക, അതൊക്കെ ഒരുപാട് പാട്ടുകൾ നമ്മളൊക്കെ കേൾക്കുന്ന ഹിറ്റായ പാട്ടുകളാണ്. ഇങ്ങനെ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി മാപ്പിളപ്പാട്ട് രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ ഭാവനയിൽ അദ്ദേഹം അത് മാപ്പിളപ്പാട്ട് രൂപത്തിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നിരവധി പരീക്ഷണങ്ങൾ PT ചെയ്തിട്ടുണ്ട്. കാലത്ത് പ്രസിദ്ധമായ നാടകഗാനങ്ങൾ PT എഴുതിയിട്ടുണ്ട്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ എന്ന നോവൽ നാടകാവിഷ്കാരം നടത്തിയപ്പം അതിൽ കുഞ്ഞിമൂസക ചിട്ടപ്പെടുത്തിയ എല്ലാം തകർന്ന വീട്ടിൽ എന്ന പ്രസിദ്ധമായ പാട്ടൊക്കെ നമുക്കറിയാം. അതൊക്കെ ഇപ്പോഴും നമ്മുടെ ഇടയിലുള്ള പാട്ടുകളാണ്, പക്ഷെ അത് നാടകഗാനമാണെന്ന് നമുക്കറിയില്ല. എല്ലാ കല്യാണ വീടുകളും പാടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ജനകീയമായ ചില പാട്ടുകളുണ്ട്. സ്വർഗീയ സുഖം ബെഞ്ചാമരം വീശുന്ന പാട്ട്. കുഞ്ഞിമൂസക്ക ഒരിക്കലും സംബന്ധിച്ച് ഞാനത് ഏതാണ് രാജാധിരാജന താളം പിടിക്കുന്ന എന്നൊരു വരി കണ്ടപ്പോൾ എനിക്കിതൊരു അങ്ങനെയൊരു സംഭവം, രാജാധിരാജൻ എന്നൊക്കെ നമ്മളുടെ പ്രയോഗം ഇതെന്താണെന്ന് മനസ്സിലാവാതെ കുഞ്ഞിമൂസക്ക പറഞ്ഞത് അത് ഞങ്ങൾ നടത്തിയ ഒരു പരീക്ഷണമായിരുന്നു. ഇബ്രാഹിമിന് വധഹം എന്ന സൂഫി വര്യൻ്റെ ചരിത്രം മാപ്പിളപ്പാട്ട് രൂപത്തിലാക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ അതിലെ ചില പാട്ടുകൾ ഞങ്ങൾ എഴുതിയിരുന്നു. അതിനായിട്ട് എഴുതിയ ഒരു പാട്ടാണ് ഈ സ്വർഗീയ സുഖം ബെഞ്ചാമരം വീശുന്ന എന്ന പാട്ട്. അങ്ങനെ മാപ്പിളപ്പാട്ട് വെച്ച് അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ഒരുപാട് സംഭാവനകൾ മറ്റുള്ള കവികളിൽ നിന്ന് വ്യത്യസ്ത ഒരു ട്രെൻഡ് തന്നെ രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് PT. പാരമ്പര്യ ശൈലിയിൽ പാരമ്പര്യ ഭാഷയിൽ പാട്ടെഴുതി അതിനുശേഷം ഗ്രാമഫോൺ റെക്കോർഡുകളിൽ സാധാരണക്കാരനായ ആളുകൾ പ്രണയഗാനങ്ങളൊക്കെ എഴുതി വന്ന് ഭക്തിഗാനങ്ങളും നല്ലളം ബീരാങ്കരെ പോലെയുള്ള ആൾ, പുലിക്കോട്ടിനെ പോലെയുള്ള ആളുകൾ പാട്ടെഴുതി വന്ന് സാധാരണക്കാരുടെ ഭാഷയിൽ
അതിനപ്പുറം ഒരു കവിത അറിയുന്ന ഒരാളത്തിൽ ജനകീയമായ പാട്ടുകൾ എഴുതാൻ PT പുതിയൊരു ട്രെൻഡ് കൊണ്ടുവന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒത്തുപള്ളിയിൽ അന്ന് നമ്മൾ എന്നുള്ള പാട്ട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, അത് നമ്മളൊരു സിനിമാ ഗാനം എന്നതിലപ്പം മലയാളി മുഴുവനായി ഏറ്റെടുത്ത ഒരു പാട്ടായി അത്രയ്ക്ക് ജനകീയമായ പാട്ടുകൾ PT എഴുതിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. PT പാട്ടുകൾ ഞാൻ ഈ സംസാരിക്കുമ്പോഴും നമ്മൾ ഇന്നും നാളെയും ഇന്നലെ കേട്ടതും ഇന്ന് കേൾക്കുന്നതും നാളെ കേൾക്കാനിരിക്കുന്നു. പ്രിയപ്പെട്ട ബാപ്പു വെള്ളിപ്പറമ്പ്, കാനേഷ് പൂനൂർ, ബാപ്പു അവാർഡ്, പുലിക്കോട്ടിൽ ഹൈദരി പോലെ ഒരുപാട് കവികളുണ്ട്. അവരൊക്കെ എപ്പോഴും പറയാറുണ്ട്, PT-യും SA ജമീലിനെ പോലെയുള്ള പ്രതിഭകൾ ഞങ്ങളുടെ തൊട്ട് മുമ്പുള്ള തലമുറയിൽ അവരൊക്കെ ജനകീയമാക്കിയ ഒരു തട്ടകത്തിൽ നിന്നാണ് മാപ്പിളപ്പാട്ട് ഇന്ന് നിൽക്കുന്ന സജീവതയിൽ നിൽക്കുന്നത്. അതിന് ഏറ്റവും മുമ്പിൽ നിന്ന ഒരു കവി എന്നുള്ള നിലക്ക് PT-യെ മാപ്പിളപ്പാട്ട് ലോകം എന്നും ഓർക്കും, മലയാള സാഹിത്യ സംഗീത ലോകം എന്നും ഓർക്കും. അത്രയ്ക്ക് മനോഹരമായ നീലദർപ്പണം പോലെ ഇവിടെ നേരത്തെ പാറക്കടവ് സൂചിപ്പിച്ചു, അങ്ങനെയുള്ള ഒരുപാട് കവിതാ സമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട്. കറുത്തമുത്ത് എന്ന ബിലാലിൻ്റെ ഒരു ചരിത്രം അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ ഇശലുകളിൽ. വ്രതഗീതങ്ങൾ എന്ന് പറഞ്ഞ് നോമ്പ് 1 മുതൽ 30 വരെയുള്ള ദിവസത്തേക്ക് ഓരോ ദിവസത്തേക്ക് മാപ്പിളപ്പാട്ടിൻ്റെ ഇനത്തിൽ അദ്ദേഹം പാട്ട് രൂപത്തിലാക്കി പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഈ മേഖലയെ സജീവമാക്കി ഒരാളാണ് PT-യെ നമ്മൾ ഓർക്കാൻ പലപ്പോഴും മനസ്സിൽ കൊണ്ട് നടന്ന ഒരു ആഗ്രഹമാണ് PT-യുടെ പാട്ട് വെച്ച് ഒരു പരിപാടി എന്നുള്ളത്. പല ഗാനമേളകളും PT-യുടെ പാട്ട് കേൾക്കാറുണ്ടെങ്കിലും PT-യുടെ പാട്ടുകൾക്ക് ഒരു പ്രത്യേകത നൽകിക്കൊണ്ട് അല്ലെങ്കിൽ സവിശേഷമായി PT-യെ ഓർത്തുകൊണ്ടുള്ള ഒരു പരിപാടി എന്നുള്ള ഒരു സംവിധാനം എന്ന ആശ ഏറ്റെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ഈ ഒരു അവസരം തന്നതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.